ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ 6th സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആട്ടോ നോക്കുന്നത്. നിവർന്നു നിൽക്കാം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതിന് മുമ്പുള്ള 2 ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണണേ. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ. നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യണേ. അതിൽ ഓരോ ക്ലാസ്സിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ടെലഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മോക്ക് ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി വരുന്ന എക്സാമുകൾക്ക് ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് മൂന്നാമത്തെ ചാപ്റ്റർ ആയ നിവർന്നു നിൽക്കാം എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് ആണ് അസ്ഥികൂടം അല്ലെങ്കിൽ സ്കെലറ്റൻ. ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂടം. എന്താ പറഞ്ഞത്? ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂടം. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. വിവിധ ജീവികളുടെ അസ്ഥികൂടങ്ങളാണിവ. ഏതെല്ലാം ജീവികളുടെ അസ്ഥികൂടമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? എഴുതി നോക്കൂ. ഏതൊക്കെ ജീവികളാണ്? ഫസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, വവ്വാലാണ് അല്ലെ. രണ്ടാമത്തത് പശുവാണ്. മൂന്നാമത്തത് മുതലയാണ്. അസ്ഥികൂടം നിരീക്ഷിച്ച് എങ്ങനെയാണ് ജീവിയെ തിരിച്ചറിഞ്ഞത്? ആകൃതി നോക്കിയല്ലേ. ആകൃതി നോക്കിയിട്ടാണ് നമുക്ക് ഏകദേശം ഏത് ജീവിയുടെ അസ്ഥികൂടാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെ. നിങ്ങൾ നിരീക്ഷിച്ച എല്ലാ ജീവികൾക്കും അസ്ഥികൂടം ഉണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ. അസ്ഥികൂടത്തിന് ഭാരമുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുന്നത്? ഇനി അടുത്തതായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് പക്ഷികളുടെ അസ്ഥികൂടം. പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള ഒരു അനുകൂലനമാണ്. അപ്പൊ എന്താണ് പക്ഷികളുടെ അസ്ഥികൂടത്തിന്റെ പ്രത്യേകത? എന്താണ്? അതിൽ വായു അറകളാണ് ഉള്ളത്. അപ്പൊ അതിനാൽ എന്താണ്, മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള ഒരു അനുകൂലനമാണ് കേട്ടോ. അപ്പൊ പക്ഷികളുടെ അസ്ഥിയിലും വായു അറകളുണ്ട്. ചിത്രത്തിൽ കാണുന്ന പക്ഷിയെ അറിയാമോ? പെൻഗിൻ ആണ് അല്ലെ. അപ്പൊ പെൻഗിന് പറക്കാൻ കഴിയില്ല. ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഒട്ടകപ്പക്ഷി, എമു, കിവി, അതുപോലെ പെൻഗിൻ തുടങ്ങിയ പക്ഷികൾ എന്താണ്, പറക്കാൻ കഴിയാത്ത പക്ഷികളാണ് അല്ലെ. എന്തുകൊണ്ടായിരിക്കും ഇവയ്ക്ക് പറക്കാൻ കഴിയാത്തത്? ഒന്നാമത് നമുക്ക് പറയാം, ഇവയുടെ ശരീരഭാരം കൂടുതലായതുകൊണ്ടായിരിക്കും. പിന്നെന്താണ്, ചിറകുകളുടെയും പേശികളുടെയും ഒക്കെ ഘടന പറക്കാൻ അനുയോജ്യമല്ലാത്തത് കൊണ്ടായിരിക്കും ഈ ജീവികൾക്കൊക്കെ പറക്കാൻ കഴിയാത്തത്. അടുത്ത ഹെഡിങ് ആണ് അസ്ഥി നമ്മുടെ ഉള്ളിലും. നമ്മുടെ ശരീരത്തിനുള്ളിലും അസ്ഥികൾ ഉണ്ടല്ലോ. കൈകൾ, കാലുകൾ, വിരലുകൾ, തല തുടങ്ങിയ വിവിധ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ച് സ്വയം പരിശോധിക്കും. എല്ലാ അസ്ഥികളും ഒരുപോലെയാണോ? അല്ലല്ലേ, വ്യത്യസ്തമായിട്ടാണുള്ളത്. കൈകളുടെയും കാലുകളുടെയും അതുപോലെ വിരലുകൾ, തല തുടങ്ങിയ ശരീരഭാഗങ്ങളിലൊക്കെ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള അസ്ഥികളാണുള്ളത്. അപ്പോ 2 ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നീളമുള്ള അസ്ഥികൾ കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നീളം കുറഞ്ഞ അസ്ഥികൾ കാണപ്പെടുന്ന ഭാഗങ്ങളോ? അപ്പൊ നമ്മുടെ ശരീരത്തിൽ നീളമുള്ള അസ്ഥികൾ കാണപ്പെടുന്നത് കൈകാലുകളുടെ അസ്ഥികൾ എന്താണ്, നീളമുള്ള അസ്ഥികളാണ് അല്ലെ. അതുപോലെ നീളം കുറഞ്ഞ അസ്ഥികൾ ഏതൊക്കെയാണ്? കൈക്കുയയിലെ അസ്ഥി, അതുപോലെ കണങ്കാലിലെ അസ്ഥി, പിന്നെന്താണ്, നട്ടലിലെ കശേരുക്കൾ, ഇതൊക്കെ എന്താണ്, നീളം കുറഞ്ഞ അസ്ഥികളാണ് അല്ലെ. അടുത്ത ഹെഡിങ് ആണ് മനുഷ്യാസ്ഥികൂടം. തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, കൈകാലുകളിലെ അസ്ഥികൾ, ഇടുപ്പെല്ല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യന്റെ അസ്ഥികൂടം. ഏതൊക്കെയാണ്? തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, കൈകാലുകളിലെ അസ്ഥികൾ, ഇടുപ്പെല്ല് എന്നിവയെല്ലാം ചേർന്നതാണ് ഒരു മനുഷ്യന്റെ അസ്ഥികൂടം. താഴെ തന്നിരിക്കുന്ന വിവരങ്ങൾ വായിച്ചും ചിത്രങ്ങൾ നിരീക്ഷിച്ചും മനുഷ്യാസ്ഥികൂടത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഫസ്റ്റ്? തലയോടിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കീഴ്ത്താടി എല്ലും അതുപോലെ തലയോടും ആണ് കേട്ടോ. ഇവിടെ എന്താണ്, ഈ ചിത്രം നിങ്ങൾ പലയിടത്തും കണ്ടിട്ടില്ലേ? 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. അപ്പൊ തലയോട്ടിൽ എത്ര അസ്ഥികളുണ്ട്? 22 അസ്ഥികളുണ്ട് കേട്ടോ. ഇവയിൽ ഒരസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത്. ഇത് ഏതാണെന്ന് പറയാമോ? നമുക്കറിയാം, കീഴ്ത്താടിയെല്ലാണ് അല്ലെ. അപ്പോ 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. ഇവയിൽ ഒരസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത്. ഭക്ഷണം ചവയ്ക്കുമ്പോഴൊക്കെ ചലിക്കുന്ന അസ്ഥി നമുക്കറിയാം, കീഴ്ത്താടിയെല്ലാണ്. അതുപോലെ തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം ഏതാണെന്ന് ഏതു? നമുക്കറിയാം, തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം ഏതാണ്? തലച്ചോറാണ്. ഇത് കൂടാതെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്കും സംരക്ഷണം നൽകുന്നത് തലയോടാണ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? തലയോടിനുള്ളിൽ 22 അസ്ഥികളാണുള്ളത്. അതിൽ ഒരസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത്. അത് കീഴ്ത്താടിയെല്ലാണ്. അതുപോലെ തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം തലച്ചോറാണ്. ഇത് കൂടാതെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്കും സംരക്ഷണം നൽകുന്നത് തലയോടാണ്.
മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന ചെറിയ ക്ഷതങ്ങൾ പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും എന്നറിയാമല്ലോ. ഇത്ര പ്രാധാന്യത്തോടെയാണ് ശരീരം മസ്തിഷ്കത്തെ സംരക്ഷിച്ചിരിക്കുന്നത് എന്ന് തലയോടിന്റെ ചിത്രം നിരീക്ഷിച്ചു മനസ്സിലാക്കൂ. അടുത്ത ഹെഡിങ് ആണ് ഹെൽമെറ്റ് ജീവന്റെ കവചം. ഇവിടെ ഒരു പത്രത്തിലെ വാർത്താക്കുറിപ്പാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ സ്കൂട്ടറിൽ മറ്റ് യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കാറില്ലേ? ഹെൽമെറ്റ് ധരിക്കുന്നതിന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. നമുക്കറിയാം മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന ചെറിയ ക്ഷതങ്ങൾ പോലും എന്താണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും. അതുകൊണ്ട് തന്നെ എന്താണ് മസ്തിഷ്കത്തിന് ഒരു കവചമായിട്ടാണ് നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്നത്. അടുത്തതായിട്ട് ഹെഡിങ് ആണ് നട്ടെല്ല്. നമ്മുടെ നട്ടെല്ല് എവിടെയാണ് കാണപ്പെടുന്നത്? നമുക്കറിയാം കഴുത്തിന്റെ താഴെ തുടങ്ങി ശരീരത്തിന്റെ മധ്യഭാഗത്തു കൂടി ഇടുപ്പെല്ല് വരെയാണ് നമ്മുടെ നട്ടെല്ല് കാണപ്പെടുന്നത് അല്ലെ. ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. അപ്പൊ ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. നട്ടെല്ലിലെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത്. അപ്പൊ നട്ടെല്ലിലെ അസ്ഥികളെ എന്താണ് പറയുന്നത്? കശേരുക്കൾ എന്നാണ് പറയുന്നത്. 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. ഈ കശേരുക്കൾ എത്ര ക്രമമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത് എന്ന് ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. അപ്പൊ എന്താണ് നട്ടെല്ലിലെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത്. 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. അപ്പൊ 33 അസ്ഥികൾ ചേർന്നതാണ് എന്ത്? നട്ടെല്ല്. ഈ കശേരുക്കൾ ക്രമമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളിലൂടെയാണ്. അപ്പൊ നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല്. നട്ടെല്ലിന് കാര്യമായ ക്ഷതമേറ്റാൽ എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമാണ്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. നട്ടെല്ലിലെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത്. 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. ഈ കശേരുക്കൾ ക്രമമായിട്ട് വിന്യസിച്ചിരിക്കുകയാണ്. അതുപോലെ എന്താണ് നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗമായിട്ടുള്ള സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളിലൂടെയാണ്. അതുകൊണ്ട് എന്താണ് സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല്. നട്ടെല്ലിന് കാര്യമായ ക്ഷതമേറ്റാൽ എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമാണ്. ഇനി അടുത്ത ഹെഡിങ് ആണ് വാരിയെല്ല്. വാരിയെല്ലുകളുടെ സ്ഥാനം എവിടെയാണ്? വാരിയെല്ലുകൾ നമുക്കറിയാം പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറലിനോടുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുകളാണുള്ളത്. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. വാരിയെല്ലുകൾ പിന്നെ നട്ടെല്ലിനോടും മുന്നിൽ മാറലിനോടുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുകളാണുള്ളത്. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. ഇനി തലയോട്, നട്ടെല്ല്, വാരിയെല്ല് എന്നിവയെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കില്ലേ. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇതുവരെ പഠിച്ചതായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ തലയോടിൽ എത്ര അസ്ഥികളാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞത്? 22 അസ്ഥികളാണെന്ന് നമുക്കറിയാം. തലയോടിലെ അസ്ഥികളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതാണ്? കീഴ്ത്താടിയെല്ലാണ് അല്ലെ. അതുപോലെ നട്ടെല്ല് എത്ര കശേരുക്കൾ ചേർന്നതാണ്? നമുക്കറിയാം 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ്? നമുക്കറിയാം നട്ടെല്ലാണ് അല്ലെ. അതുപോലെ നട്ടെല്ലിന്റെ പ്രധാന ധർമ്മം എന്താണ്? നമുക്കറിയാം ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നത് നട്ടെല്ലാണ്. അതുപോലെ സുഷുമ്നാ നാഡിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് നട്ടെല്ലാണ്. ഇനി അടുത്തത് എന്താണ്? ഹൃദയം, ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? നമുക്കറിയാം വാരിയെല്ലാണ് അല്ലെ. അതുപോലെ തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രധാന അവയവങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രധാന അവയവം തലച്ചോറാണ്. ഇനി നിങ്ങൾ തിരിച്ചറിഞ്ഞ അസ്ഥികൾ കൂടാതെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അസ്ഥികളില്ലേ? ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്ത ഹെഡിങ് ആണ് കൈകാലുകളിലെ അസ്ഥികൾ. മനുഷ്യ ശരീരത്തിലെ ഓരോ കൈയിലും എത്ര അസ്ഥികളുണ്ട്? മനുഷ്യന്റെ കൈയിലെ അസ്ഥികളുടെ ചിത്രം നിരീക്ഷിക്കൂ. മനുഷ്യന്റെ ഓരോ കൈയിലും 32 അസ്ഥികൾ വീതമാണുള്ളത്. അപ്പൊ എന്താ പറഞ്ഞത്? മനുഷ്യന്റെ ഓരോ കൈയിലും 32 അസ്ഥികൾ വീതമാണുള്ളത്. അതുപോലെ 2 കാലിൽ നിൽക്കുവാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ടല്ലോ. കൈകളിലെ അസ്ഥികളെ അപേക്ഷിച്ച് കാലിലെ അസ്ഥികൾ കൂടുതൽ ബലമുള്ളവയാണ്. ഇത് എന്തുകൊണ്ടായിരിക്കാം? നമുക്കറിയാം നമ്മുടെ ശരീരഭാരം മുഴുവൻ താങ്ങുന്നത് നമ്മുടെ കാലുകളാണ് അല്ലെ. നടക്കുന്നതിനും ഓടുന്നതിനും നിൽക്കുന്നതിനും എല്ലാം താങ്ങു നൽകുന്നത് നമ്മുടെ കാലുകളാണ്. അതുകൊണ്ടാണ് കാലുകളുടെ അസ്ഥികൾക്ക് കൂടുതൽ ബലമുള്ളതാവുന്നത്. മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ 31 അസ്ഥികളുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ഫീമർ അല്ലെങ്കിൽ തുടയെല്ലാണ്.
അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? നമ്മള് മനുഷ്യന്റെ ഓരോ കൈയിലും 32 അസ്ഥികൾ വീതമാണുള്ളത്. എന്നാൽ എന്താണ്, ഒരു കാലിൽ 31 അസ്ഥികളാണല്ലോ കേട്ടോ. ഓരോ കൈയിലും 32 അസ്ഥികൾ വീതമാണുള്ളത്. ഇനി പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ടു കാലിൽ നിൽക്കുവാനുള്ള കഴിവ് മനുഷ്യർക്ക് ഉണ്ടല്ലോ. കൈകളിലെ അസ്ഥികളെ അപേക്ഷിച്ച് കാലിലെ അസ്ഥികൾക്കാണ് കൂടുതൽ ബലമുള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ പിന്നെന്താ, മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ 31 അസ്ഥികളുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി നമ്മൾ ഫീമർ അല്ലെങ്കിൽ തുടയലാണെന്ന് പറഞ്ഞു. നമ്മുടെ കാലുകളേക്കാൾ ചലനാത്മകത കൈകൾക്കുണ്ടോ? നമുക്കറിയാം നമ്മുടെ കൈമുട്ട്, തോൾ സന്ധി, അതുപോലെ കൈക്കുക ഇവയൊക്കെ എന്താണ് നമുക്ക് കൂടുതലായിട്ട് ചലിപ്പിക്കേണ്ടതുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ കാലുകളേക്കാൾ ചലനാത്മകത കൈകൾക്കാണെന്ന് പറയാം. ജനന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 300 അസ്ഥികൾ ഉണ്ടാവും. പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും യോജിച്ച് 206 ആയി കുറയുന്നു. മനുഷ്യ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും കാണുന്ന അസ്ഥികളുടെ എണ്ണം പട്ടികപ്പെടുത്തുക. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം കണക്കാക്കൂ. അപ്പൊ നമ്മുടെ ജനന സമയത്ത് ഏകദേശം 300 അസ്ഥികളാണ് ഉണ്ടാവുക. പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും യോജിച്ച് 206 ആയി കുറയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഓരോ ശരീരഭാഗവും അവിടുത്തെ അസ്ഥികളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. നട്ടിലിൽ നമുക്കറിയാം അസ്ഥികളുടെ എണ്ണം 33 ആണ് ല്ലേ. അതുപോലെ മാറലിൽ കൊടുത്തിട്ടുണ്ട്. മാറലിലെ അസ്ഥികളുടെ എണ്ണം 1 ആണ്. ഇനി രണ്ട് കൈയിലുമായിട്ട് എത്ര ഉണ്ട്? നമുക്കറിയാം മനുഷ്യന്റെ ഒരു കൈയിൽ 32 അസ്ഥികളാണ് ഉള്ളത് അല്ലെ. അപ്പൊ രണ്ടിലുമായിട്ട് 64 അസ്ഥികളുണ്ട്. ഇനി രണ്ട് കാലിലും എത്ര അസ്ഥികൾ ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാലിൽ 31 അസ്ഥികളാണുള്ളത്. അന്നപ്പോ 62 അസ്ഥികളാണ് രണ്ട് കാലിലായിട്ടുള്ളത്. അടുത്തത് വാരിയലിൽ എത്ര അസ്ഥികളാണുള്ളത്? നമുക്കറിയാം വാരിയലിൽ 12 ജോഡി അസ്ഥികളാണുള്ളത്, അതായത് 24 അസ്ഥികൾ. തലയോട്ടിയിലോ? തലയോട്ടിയിൽ 22 അസ്ഥികളാണുള്ളത് അല്ലെ. ഒന്നുകൂടി പറയാം. രണ്ട് കൈയിലും ടോട്ടൽ 64 അസ്ഥികളാണുള്ളത്. രണ്ട് കാലിലും ടോട്ടൽ 62 അസ്ഥികളാണുള്ളത്. പിന്നെ വാരിയലിൽ എത്രയാണ്? 24 അസ്ഥികളാണ്. അതുപോലെ തലയോട്ടിയിൽ 22 അസ്ഥികൾ. ടോട്ടൽ 206 അസ്ഥികളാണ് കേട്ടോ. അസ്ഥികൂടത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയല്ലോ. അസ്ഥികൾ രക്താണുക്കളുടെ ഉൽപാദനവും ലവണങ്ങളുടെ സംഭരണവും നിർവഹിക്കുന്നു. അസ്ഥികളുടെ ധർമ്മങ്ങൾ ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അസ്ഥികൂടത്തെ പറ്റി എന്തൊക്കെ പറഞ്ഞത്? അസ്ഥികൾ രക്താണുക്കളുടെ ഉൽപാദനവും ലവണങ്ങളുടെ സംഭരണവും നിർവഹിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ ധർമ്മങ്ങളാണ്? അസ്ഥികൂടം ശരീരത്തിന് ആകൃതി നൽകുന്നുണ്ട്. അതുപോലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്നു, ചലനത്തെ സഹായിക്കുന്നു, രക്തകോശങ്ങളെ നിർമ്മിക്കുന്നു. അതുപോലെ ധാതുക്കളുടെയും ലവണങ്ങളുടെയും സംഭരണം, ഇതൊക്കെ എന്താണ്? അസ്ഥികൂടത്തിന്റെ ധർമ്മത്തിൽ പെടുന്നതാണ് കേട്ടോ. അടുത്ത ഹെഡിങ് ആണ് തരുണാസ്ഥികൾ. നിങ്ങളുടെ ചെവി, മൂക്ക് എന്നീ ഭാഗങ്ങൾ പരിശോധിക്കൂ. ഇവക്ക് കൈകാലുകളിലെ അസ്ഥികളെ പോലെ ബലം തോന്നുന്നുണ്ടോ? എന്താണ്? കൈകാലുകളിലെ അസ്ഥികളെ പോലെ ബലമില്ല അല്ലെ. ഇവ പിടിച്ച് വളയ്ക്കാൻ സാധിക്കുന്നില്ലേ? ചെവിയുടെയും മൂക്കിന്റെയും അഗ്രഭാഗങ്ങൾ പിടിച്ച് വളയ്ക്കാനും അതുപോലെ എന്താണ് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സാധിക്കുന്നത്? ഏതു തരം അസ്ഥിയാണ് ഇവിടെയുള്ളത്? ഇവിടെ കട്ടിയുള്ള അസ്ഥികൾക്ക് പകരം തരുണാസ്ഥികൾ എന്ന മൃദുലമായ കോശങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ. ഇവ എല്ലുകളേക്കാൾ മൃദുവാണ്. മനുഷ്യ ശരീരത്തിലും മറ്റ് ജന്തു ശരീരങ്ങളിലും ഇത് കാണപ്പെടുന്നു. പ്രധാനമായും തരുണാസ്ഥികൾ ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുകൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പൊ എന്താണ് തരുണാസ്ഥികൾ എന്ന് പറഞ്ഞാല്? അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ. ഇവ എല്ലുകളേക്കാൾ മൃദുവാണ്. മനുഷ്യ ശരീരത്തിനും മറ്റ് ജന്തു ശരീരങ്ങളിലും ഇത് കാണപ്പെടുന്നു. പ്രധാനമായും തരുണാസ്ഥികൾ ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുക്കൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. അടുത്ത ഹെഡിങ് ആണ് അസ്ഥിസന്ധികൾ. നമ്മുടെ കൈകാലുകളും വിരലുകളും അനായാസം മടക്കാനും നിവർത്താനും കഴിയുന്നില്ലേ? എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ കൂടിച്ചേരുന്ന ഭാഗമായ സന്ധികൾ ഉള്ളത് കൊണ്ടാണ് കൈകാലുകൾ അതുപോലെ എന്താണ് വിരലുകളൊക്കെ മടക്കാനും നിവർത്താനും ഒക്കെ കഴിയുന്നത്. രണ്ട് ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനുഷ്യന്റെ കൈപ്പത്തിയിലെ അസ്ഥികളുടെ ചിത്രവും അതുപോലെ കാർഡ് ബോർഡിൽ തയ്യാറാക്കി അതിന്റെ മാതൃകയുമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ചിത്രങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കൈപ്പത്തിയുടെ ചലനവുമായി ബന്ധപ്പെടുത്തി രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തൂ. ചിത്രം 1 കൈപ്പത്തിയിലെ അസ്ഥികളുടെ ഒക്കെ ചിത്രമാണ് അല്ലെ. അപ്പൊ നമ്മുടെ വിരലുകളും കൈത്തണ്ടയൊക്കെ മടക്കാനും നിവർത്താനും വളയ്ക്കാനും ഒക്കെ കഴിയുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ്? അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സന്ധികൾ ഉള്ളത് കൊണ്ടാണ് അല്ലെ. അപ്പോ സന്ധികളില്ലാത്ത ഒരു കാർഡ്ബോർഡിന്റെ മാതൃകക്ക് എന്താണ് ചലനം സാധ്യമാകില്ല എന്ന് പറയാം. ചിത്രം 2 ഒരു കാർഡ്ബോർഡിന്റെ മാതൃകയാണ് തന്നിട്ടുള്ളത്. ഇവിടെ ചലനം സാധ്യമാകില്ല അല്ലെ.
ഇനി ഇവിടെ ബോക്സിൽ കൊടുത്തതാണ് അസ്ഥിസന്ധി. രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥിസന്ധി എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികൾ ഉണ്ട്. അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയും ഉണ്ട്. ഇപ്പൊ രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് അസ്ഥിസന്ധി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികൾ ഉണ്ട്. അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയും ഉണ്ട്. ഇനി അത് ഏതൊക്കെയാണെന്നോ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് വിജാഗിരി സന്ധി. കതക്, ജനൽ എന്നിവയിലെ വിജാഗിരി പോലെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഇത്തരം സന്ധികളാണ് വിജാഗിരി സന്ധികൾ. ഇനി ഇവിടെ സന്ധി ശരീരഭാഗം പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വിജാഗിരി സന്ധി എവിടെയാണ്? കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. എന്താണ് ഇതിന്റെ പ്രത്യേകത? വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. ഇനി ഇവിടെ എന്താണ്, നമുക്ക് വിജാഗിരി സന്ധിയുടെ ഒരു മാതൃക ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് അതിനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അടുത്തതാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. കൈമുട്ട്, കാൽമുട്ട് എന്നിവയുടെ ചലനം പോലെയാണോ തോളെല്ലിന്റെ ചലനം? കൈകൾ വശങ്ങളിലേക്ക് നീട്ടി ചലിപ്പിച്ചു നോക്കൂ. തോളെല്ലിന്റെ സന്ധി എല്ലാ വശത്തേക്കും ചലിപ്പിക്കാൻ സാധിക്കുന്നില്ലേ? അപ്പോ എന്താണ്, കൈമുട്ട്, കാൽമുട്ട് എന്നിവയുടെ ചലനം പോലെയല്ല നമ്മുടെ കൈകളുടെ ചലനം അല്ലെ. ഇപ്പൊ കൈകൾ എന്താണ്, എല്ലാ വശത്തേക്കും നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് സാധ്യമാകുന്നത് എങ്ങനെയായിരിക്കും? നമുക്കറിയാം, ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ് നമ്മുടെ തോളലിൽ കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഇരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം, അതായത് ബോൾ എന്ന് പറയാം, മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ സോക്കറ്റ് തിരിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ ഇതിനെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നു. തോള്, ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലാണ് ഈ അസ്ഥി സന്ധി കാണപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധികൾ കാണപ്പെടുന്ന ഭാഗങ്ങൾ കണ്ടെത്തിയുടെ പട്ടിക പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ സന്ധി, ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി ഏതൊക്കെ ശരീരഭാഗങ്ങളിലാണ്? തോളല്, ഇടുപ്പല് എന്നീ ശരീരഭാഗങ്ങളിലാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കാണപ്പെടുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഇരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നതായിട്ടാണ് ഇതിന്റെ ക്രമീകരണം. ഇനി ഇവിടെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയുടെ മാതൃക നിർമ്മിക്കാന്ന് പറഞ്ഞാലും അതിനുവേണ്ട സാമഗ്രികൾ എന്തൊക്കെയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.